അമൽ, വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് അവിടുത്തെ വിദ്യാർത്ഥികൾ മാത്രമല്ല, അധ്യാപകരും അവരുടെ രക്ഷകർത്താക്കളും മാത്രമല്ല, ആ നാടൊന്നടങ്കം ആ കുട്ടികളെ ഒരു നോക്ക് കാണുക എന്ന ഉദ്ദേശത്തിലെത്തുന്നുണ്ടോ അമൽ? ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ ഈ ക്യാമ്പസിലെ കുട്ടികൾ മാത്രമല്ല, അധ്യാപകർ മാത്രമല്ല, ഒരു നാടൊന്നാകെ തന്നെ ഈ 5 കുട്ടികളുടെ വേർപാടിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. അവരുടെ വേർപാട് താങ്ങാനാകാത്ത വിഷമത്തോടു കൂടി അവരെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി ഈ ക്യാമ്പസിനുള്ളിലേക്ക് നാട്ടുകാരും അവരുടെ സഹപാഠികളും ടീച്ചേഴ്സും സഹ അധ്യാപകരും അനധ്യാപകരും എല്ലാവരും ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും, വലിയൊരു തിരക്ക് തന്നെയാണ് ഇവിടെ കാണുന്നത്. അവസാനം ഇന്നലെ വരെ തങ്ങളോടൊപ്പം കളിച്ചും ചിരിച്ചും തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പ്രിയ കൂട്ടുകാരെ നഷ്ടപ്പെടുന്നതിന്റെ വേർപാടിന്റെ ആ ഒരു വേദനയിലാണ് ഈ ക്യാമ്പസ് ഒന്നാകെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ എല്ലാവരുടെയും കണ്ണുകളാകെ കലങ്ങി നിറഞ്ഞിരിക്കുന്നു. അവരെക്കുറിച്ചുള്ള ഓർമ്മകളാണ് അവരുടെ എല്ലാം മനസ്സുകളിലൂടെ അലയടിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കുട്ടികളുടെ വേർപാട്, അങ്ങേയറ്റം ആകസ്മികമായി ഉണ്ടായ ഈ വേർപാട്, അതിന്റെ എല്ലാ തീവ്രതയോടും കൂടി ഈ കോളേജ് ഒന്നാകെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഈ വലിയ തിരക്കിനിടയിലും അവരെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഈ ക്യാമ്പസ് ഒന്നാകെ. ആ കുട്ടികളുടെ വേർപാടിനെ സംബന്ധിച്ചിട്ടുള്ള നമ്മുടേതായിട്ടുള്ള സംശയങ്ങളുണ്ട്. അത് മറ്റൊന്നുമല്ല, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ളതാണ്. അതിനെക്കുറിച്ചുള്ള ദീർഘമായ ചർച്ചകൾ ഭാവിയിൽ ഉണ്ടാവേണ്ടതാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു കുട്ടികൾ അവരുടെ ചെറിയ പ്രായത്തിൽ തന്നെ ജീവിതം ഉപേക്ഷിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് എന്തിന്റെ പിഴവിലാണ്? ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള അമിത വേഗമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നമാണോ എന്നെല്ലാം വീണ്ടും കണ്ടെത്തേണ്ടതുണ്ട്. ഏതായാലും സർക്കാർ അതിനു വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണം നടത്തുമെന്ന് ഇതിനോടകം അറിയിച്ചിട്ടുണ്ട്. വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് അവിടുത്തെ കുട്ടികൾ, സഹപാഠികളും ജനപ്രതിനിധികളും മാത്രമല്ല, നാടൊന്നടങ്കം അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ആ കുട്ടികളെ അവസാനമായി ഒരു നോക്ക് കാണാൻ, അവർക്ക് ആ ക്യാമ്പസിൽ നിന്ന് അവസാനമായി ഒരു യാത്രാമഴ നൽകാൻ അങ്ങോട്ടേക്ക് എത്തുന്നു. ഈ കുട്ടികൾ ആ ക്യാമ്പസിൽ നിന്ന് ഇറങ്ങുകയാണ്, എന്നേക്കുമായി ഇറങ്ങുകയാണ്. ഒരുപാട് പ്രതീക്ഷകളുമായി, ഒരുപാട് ജീവിത സ്വപ്നങ്ങളുമായി, നല്ല ഡോക്ടേഴ്സും നല്ല മെഡിക്കൽ പ്രാക്ടീഷണേഴ്സും ആവുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് ആ മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ. അത് അത്രത്തോളം സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് മെറിറ്റിൽ അവിടെ അഡ്മിഷൻ കിട്ടുകയുള്ളൂ. അത്രത്തോളം സമർത്ഥരായ വിദ്യാർത്ഥികൾ. ഇപ്പോൾ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ് അടക്കം പറയുന്നത്, ഈ കുട്ടികൾ പഠിച്ചിറങ്ങിയിരുന്നുവെങ്കിൽ അവർക്ക് ഈ നാടിൻ്റെ ആതുര സേവന മേഖലയ്ക്ക് വലിയ പ്രതീക്ഷ നൽകേണ്ട, ആശ്രയമാകേണ്ട കുട്ടികളായിരുന്നു എന്ന് തന്നെ പറയുന്നു. ശരിയാവണ്ണമാണത് പറയുന്നത്. അതങ്ങനെ തന്നെയാണ് കാര്യം. അത്രത്തോളം മിടുക്കരായ, അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പഠന കാലാവധി കഴിഞ്ഞിറങ്ങുന്ന മിടുക്കരായ കുട്ടികൾ നാടിൻ്റെ ആതുര സേവന മേഖലയ്ക്ക് ഉറപ്പായും പ്രതീക്ഷകളാവേണ്ട കുട്ടികളാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കം ഉള്ളവർ അവിടെയുണ്ട്. മന്ത്രി പി പ്രസാദ്, പി ചിത്തരഞ്ജൻ, മന്ത്രി സജി ചെറിയാൻ, ആർ നാസർ അടക്കമുള്ള അവിടുത്തെ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ ജനപ്രതിനിധികളും അവിടുത്തെ പ്രധാനപ്പെട്ട നാടിൻ്റെ വ്യക്തിത്വങ്ങളൊക്കെ അങ്ങോട്ടേക്ക് നേരത്തെ തന്നെ, കുട്ടികളുടെ മൃതദേഹം എത്തുന്നതിന് മുമ്പ് തന്നെ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. എന്താണ് കാരണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ കൂടി നടക്കുന്നുണ്ട്. ഇവിടെ RTO പറയുന്ന കാരണങ്ങൾ ഈ പറയുന്ന ഓവർലോഡായിരിക്കാം. ഒരു പക്ഷേ ഓവർലോഡും വാഹനത്തിൻ്റെ കാലപ്പഴക്കവും പെരുമഴയും. ഇന്നലെയൊക്കെ പെയ്ത ആ സമയത്ത് ആലപ്പുഴയിലൊക്കെ പെയ്ത മഴ എന്ന് പറയുന്നത് അസാധ്യമായ പെരുമഴയാണെന്ന് പറഞ്ഞാൽ, തുള്ളിക്കൊരു കൂടെ വന്ന മട്ടിൽ മുന്നിൽ കാണുന്ന വാഹനമൊന്നും കാണാത്ത രീതിയിൽ ലൈറ്റ് ഇട്ടാൽ മാത്രം നമ്മളെ ഓടിച്ചു പോകുന്ന വാഹനത്തെ എതിർവാഹനത്തിന് കാണുന്ന രീതിയിലുള്ള വലിയ മഴയായിരുന്നു. ആ മഴയത്താണ് ആ കുട്ടികൾ അപകടത്തിൽപ്പെട്ടത്. അപ്പോൾ ആ പ്രതികൂല കാലാവസ്ഥയും വാഹനം ഓടിച്ച ഒരു പക്ഷേ വിദ്യാർത്ഥിയുടെ ആ സമയത്ത് എങ്ങനെ വണ്ടി അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ എങ്ങനെ വാഹനം നിയന്ത്രിക്കണം എന്നറിയാത്ത വിദ്യാർത്ഥിയുടെ പരിചയക്കുറവും, അങ്ങനെ കുറേയധികം ഫാക്ടേഴ്സ് അപകടത്തിലേക്ക് നയിച്ചിരിക്കാമെന്നാണ് നേരത്തെ RTO ശ്രീ AK ദിലു പറഞ്ഞത്. മാത്രമല്ല, ഒരുപാട് കുട്ടികൾ വാഹനത്തിലുണ്ടായിരുന്നു. ആ വാഹനത്തിൻ്റെ കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്ക് 10-14 വിദ്യാർത്ഥികൾ ആ വാഹനത്തിലുണ്ടായിരുന്നതുകൊണ്ട് കൂടുതൽ പേർ ആ വാഹനത്തിലുണ്ടായിരുന്നത് ഈ ഇടിയുടെ ആഘാതം അല്ലെങ്കിൽ ആക്സിഡൻറ്റിൻ്റെ വ്യാപ്തി വല്ലാതെ ആഘാതം വർദ്ധിക്കാൻ കാരണമായി എന്നുണ്ട് പറയുന്നുണ്ട്. ഇടിയുടെ ആഘാതം മുഴുവനായി തന്നെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ആ വാഹനത്തിലേക്ക് വന്നു എന്നും നേരത്തെ RTO സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അത് ഈ ഓവർലോഡ് കൊണ്ടാണ്, വാഹനത്തിൻ്റെ ഓവർലോഡ് കൊണ്ടാണ്. 14 വർഷം പഴക്കമുള്ള വാഹനമാണ്. അപ്പോൾ ആ വാഹനത്തിന് അതിൻ്റേതായിട്ടുള്ള പരിമിതികൾ എന്തായാലും ഉണ്ടാവും. പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു. അപ്പോൾ അതിന് പറയുന്നത് എന്തോ ഇടതുവശത്ത് കണ്ടു, അത് കാരണം വണ്ടി പെട്ടെന്ന് സൈഡിലോട്ട് വലിച്ച് ബ്രേക്ക് ഇട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടപ്പോൾ വാഹനം തെന്നി മാറാതെ ചെരിഞ്ഞു പോയി നേരെ. അതുകൊണ്ടാണ് ആ KSRTC ഡ്രൈവർ പറഞ്ഞ അസാധാരണവണ്ണം വണ്ടി തെറ്റിമാറി KSRTC ബസ്സിലേക്ക് വരുന്നതെന്ന് പറഞ്ഞത്. ഇപ്പോൾ M ലിജു, ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ളവരും അങ്ങോട്ടേക്ക് ആ കുട്ടികളുടെ മൃതശരീരത്തിൽ അന്തിമോപചാരം അർപ്പിക്കുന്നു.
കാഴ്ചകളാണ്. മനീഷ് മഹിബാൽ കൂടി ചേരുന്നുണ്ട്. മനീഷ്, വല്ലാത്ത വേദനയാണ് ഇത്. ഇതിന് നമ്മൾ എന്താണ് പറയുക എന്ന് പോലും നമുക്കറിയില്ല. വല്ലാത്ത സങ്കട കാഴ്ച മനീഷ്. ഹാഷ്മി, നേരത്തെ നമ്മൾ പങ്കുവെച്ച ഒരു ചിത്രമുണ്ട്. ഇതിൽ മരണപ്പെട്ട ആയുഷ് ഷാജിയുടേതാണ്. 2 മാസങ്ങൾക്ക് മുൻപാണ് ഇവർക്ക് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയത്. മെറിറ്റ് അഡ്മിഷൻ ആയതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം തിരഞ്ഞെടുത്ത ഈ മെഡിക്കൽ കോളേജ് തന്നെ ഇവർക്ക് ലഭിച്ചു. ആ ആയുഷ് ഷാജിയുടെ ഫോട്ടോ നമുക്ക് ഒരിക്കലും കണ്ടു നിൽക്കാൻ സാധിക്കില്ല. 2 മാസങ്ങൾക്ക് മുൻപ് ആയുഷ് ഷാജിയുടെ അച്ഛനും അമ്മയും മെഡിക്കൽ കോളേജിൽ വന്ന ഘട്ടത്തിലായിരുന്നു ഈ മെഡിക്കൽ കോളേജിന് പുറത്ത് വെച്ച് അവർ 3 പേരും ചേർന്നൊരു ഫോട്ടോ എടുത്തത്. ആ ഫോട്ടോയാണ് ഇപ്പോൾ വേദനിക്കുന്ന ഒരു ചിത്രമായി സോഷ്യൽ മീഡിയയിലടക്കം ആളുകൾ പങ്കുവയ്ക്കുന്നത്. അങ്ങനെ വേദന മാത്രമാണ് ഇവിടെയുള്ള ആളുകൾക്കെല്ലാം ഉള്ളത്. ഇതൊരു ആഘോഷകാലമാക്കാൻ തങ്ങളുടെ ക്യാമ്പസ് ജീവിതം തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഒരു ഇത്തരത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസം ലഭിച്ചതിൻ്റെ ഒരു വലിയ ആഘോഷം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിയ ഉത്സാഹത്തിലായിരുന്നു കുട്ടികൾ, ഈ വിദ്യാർത്ഥികളെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഈ 2 മാസങ്ങൾക്ക് മുൻപ് മാത്രമാണ് എല്ലാവരും ഇവിടെ അഡ്മിഷൻ എടുത്തത്. മരിച്ചവരെല്ലാവരും 1-ാം വർഷ മെഡിസിൻ വിദ്യാർത്ഥികൾ എന്നതുകൂടിയാണ് ഏറ്റവും വലിയ സങ്കടം തരുന്ന വാർത്ത. ഒപ്പം തന്നെ 1 വർഷം കൂടി കഴിഞ്ഞാൽ അവർക്ക് ഈ അക്കാഡമിക്സിൽ 1 വർഷം കൂടി പൂർത്തിയാക്കിയ ശേഷമായിരിക്കും പിന്നീട് വൈദ്യ പരിശോധന അല്ലെങ്കിൽ വൈദ്യ ചികിത്സയുടെ നേരിട്ടുള്ള പ്രാക്ടിക്കൽസ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവരുടെ ജീവിതത്തിലെ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ദുരന്തം. ഒരു മഴ ഉള്ള രാത്രിയിൽ അവർ പോകുന്ന സമയത്ത് ഈ മഴയായി ഒപ്പം തന്നെ വാഹനത്തിൽ അവർ കയറിയതിൻ്റെ ബുദ്ധിമുട്ടായി. അതായത് 7 പേർ കയറേണ്ട വാഹനത്തിൽ 11 പേർ കയറേണ്ടി വന്നു. ഇതിൽ കുറ്റക്കാർ ശരിക്കും ഈ വാഹനം വാടകയ്ക്ക് നൽകിയ ആളുടെ ഭാഗത്ത് കുറ്റമുണ്ടെന്ന് നിലവിൽ മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ വാഹനത്തിന് അടക്കം ഇതിന് ലൈസൻസ് ഇല്ല, റെന്റ് കാറിന് ലൈസൻസ് അടക്കം ഇല്ല. അങ്ങനെ ഒരു അനധികൃതമായ വാഹനം നൽകിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു ജീവഹാനി ഉണ്ടായില്ലായിരുന്നു. അങ്ങനെ നിയമവിരുദ്ധമായി ഇങ്ങനെ ടാക്സികളൊക്കെ തന്നെ വിട്ടു നൽകുന്ന സംഭവങ്ങൾ ഇതിനു മുൻപും പലയിടങ്ങളിലും വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാർ അടക്കമുള്ള ആളുകൾക്ക് അപകടം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നിയമവിരുദ്ധമായി നൽകിയതിന് വലിയ നടപടി ഉണ്ടാകും. ഇപ്പോൾ ഏകദേശം അരമണിക്കൂറിനുള്ളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇവിടെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി ആളുകൾ, ആലപ്പുഴ MLA PP ചിത്രരഞ്ജൻ, അമ്പലപ്പുഴ MLA H സലാം, CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ്, ഒപ്പം തന്നെ മന്ത്രിമാരായിട്ടുള്ള വീണ ജോർജ്, P പ്രസാദ്, സജി ചെറിയാൻ അടക്കമുള്ള ആളുകളുണ്ട്. 5 പേർക്കും ഇപ്പോൾ അന്ത്യോപചാരം അർപ്പിച്ചിട്ടുണ്ട്. കളക്ടർ കൂടി ഇവിടെ, കളക്ടറുണ്ട്, ജില്ലാ പോലീസ് മേധാവിയുണ്ട്. നന്നേ തിരക്കുള്ള സാഹചര്യം. മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ മാത്രമല്ല, നാനാ സ്ഥലത്തു നിന്നും ഈ വാർത്ത കേട്ട് ഒഴുകിയെത്തുന്ന ആളുകൾ, അവർക്കാർക്കും കണ്ണ് നനയാതെ ഇവിടെ നിന്നും ഹൃദയം തകരാതെ ഇവിടെ നിന്നും പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. തളം കെട്ടിക്കിടക്കുന്ന സങ്കടം, കണ്ണീർ തളം കെട്ടിക്കിടക്കുന്ന കാഴ്ചയാണ്. അത്രത്തോളം വലിയ വേദന ഈ ആലപ്പുഴ ജില്ലയിൽ മുഴുവനായി ഉണ്ട്. അങ്ങനെ വേദന മാത്രം നിറഞ്ഞ ഒരു കാഴ്ചയാണ് നമുക്ക് നിലവിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഹാഷ്മി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയവാദി കളർകോട് വാഹന അപകടം ഉണ്ടായ സമയത്ത് ഇവർ തന്നെയാണോ ഈ മരിച്ചതെന്ന് അറിയാൻ വേണ്ടി മെഡിക്കൽ കോളേജിലെ ഇവരുടെ സഹപാഠികളോടാണ് പോലീസ് ആദ്യം ചെന്ന് ഈ മൃതദേഹം കാണണം, ഈ മോർച്ചറിയിലിരിക്കുന്ന തണുത്ത് മരവിച്ച മോർച്ചറിയിലിരിക്കുന്ന തൻ്റെ സുഹൃത്തുക്കളെ കണ്ട് അവർ തന്നെ ചേതനയറ്റ ശരീരങ്ങൾ കണ്ട് മനസ്സിലാക്കി തങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് മരിച്ചതെന്ന് വേദനയോടെ മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥ, നിസ്സഹായ അവസ്ഥ അവർക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. ഈ ആശുപത്രിയിലേക്ക് ആ സമയത്ത് ഇവരെ രക്ഷിക്കാൻ വേണ്ടി ഉള്ള ആളുകൾ, അതായത് രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകൾ അവിടെ എത്തിയ സമയത്ത് എങ്ങനെ ഈ വാഹനത്തിൽ നിന്നും ഇവരെ പുറത്തേക്ക് എടുക്കണമെന്നുള്ള വലിയ ആശങ്കയുണ്ടായിരുന്നു. കാരണം ഒരു കൺജസ്റ്റഡ് ആയ വാഹനത്തിനുള്ളിൽ 11 പേർ കുടുങ്ങിക്കിടക്കുകയാണ്. അത് ഒരാളെ പുറത്തേക്ക് എടുക്കുമ്പോൾ മറ്റേയാൾ കൂടുതൽ കുടുങ്ങിപ്പോകുന്നു. ഇത് മുറിച്ച് മാത്രം എടുക്കാൻ കഴിയുന്നില്ല. കാരണം ഈ വാഹനത്തിനുള്ളിൽ നിന്നും പിന്നീട് വടം കെട്ടി വലിച്ചുകൊണ്ടാണ് അധികം ആളുകളെയും ഒക്കെ